വിൽസൺ ഓൺലൈനിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞ. 4 വേരിയൻറ്റുകളിലായിട്ടാണ് നമുക്ക് ഗ്ലാൻസ് ലഭിക്കുന്നത്. ESGV എന്നിങ്ങനെയാണ് ഓരോ വേരിയൻറ്റ് വരുന്നത്. V ആണ് ഏറ്റവും ടോപ്പ് മോഡൽ വരുന്നത്. അതിലെ G എന്ന് പറയുന്ന ടോപ്പ് മോഡലിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് നമ്മളിന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ ബലേനിൽ നിന്നും വന്നിട്ടുള്ളൊരു റീബാഡ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഗ്ലാൻസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബലേനിൽ നമുക്ക് 4 വേരിയൻ്റാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വേരിയൻറ്റും ഈ ഒരു വേരിയൻറ്റും തമ്മിൽ എടുക്കുന്നവർക്ക് കാഴ്ചയിൽ മൂന്നാമത്തെ വേരിയൻറ്റ് ബലേനിൽ നിന്നും ഈ ഗ്ലാൻസയുടെ മൂന്നാമത്തെ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫീച്ചർ നമുക്ക് അധികമായിട്ട് ലഭിക്കുന്നുണ്ട്. അധികം ശ്രദ്ധിക്കാത്തൊരു ഫീച്ചറാണ്, പക്ഷേ നമുക്ക് കാഴ്ചയുള്ള ലുക്കിൻ്റെ കാര്യത്തിൽ ഏറെ സ്വാധീനിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ കാര്യം എന്താണെന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്, ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഗ്ലാൻസയുടെ മൂന്നാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള G വേരിയൻ്റ്. അപ്പുറത്ത് നമുക്ക് രണ്ടാമത്തെ വേരിയൻ്റ് S ആണ് നിൽക്കുന്നത്. അത് ബ്ലൂ കളറാണ്, അതുപോലെ തന്നെ ഇത് ഗ്രേ കളറാണ്. അപ്പോൾ ഒരുപാട് പേര് കളറിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്, ഏത് കളർ എടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ. അപ്പോൾ ഇതാണ് 2 കളേഴ്സ്. കാരണം പ്രത്യേകിച്ച് പ്രവാസികൾ നേരിട്ട് വാഹനം കാണാത്തവർക്കാണ് കൺഫ്യൂഷൻ കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ വേരിയൻ്റ് നമുക്ക് ഗ്ലാൻസയുടെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം അതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പക്ക എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ളൊരു വേരിയൻ്റാണ് ഈ ഒരു G എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻ്റ്. മുൻവശത്ത് ഓരോ ഫീച്ചേഴ്സായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ നമുക്ക് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു LED DRL വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ അതിനുള്ളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത രൂപത്തിലാണുള്ളത്. ഇതിൽ നമുക്ക് ആകെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് മാറ്റം വരുന്നത് ഈ ഒരു DRLൻ്റെ ഡിസൈൻ മാറ്റം ഉണ്ട് എന്നുള്ളതുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് ലഭിക്കുന്നില്ല. അത് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. LED ഫോഗ് ലാമ്പ് നമുക്ക് ടോപ്പ് എൻഡിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്തായാലും എക്സ്ട്രാ പൈസ കൊടുത്ത് വെക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇതിലത്തെ DRL എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോഴാണ് വർക്ക് ചെയ്യുള്ളൂ. ടോപ്പ് എൻഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇഗ്നിഷൻ ഓൺ ആയാൽ അല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഫുൾ ടൈം കത്തിക്കൊണ്ട് ഇരിക്കുന്ന രീതിയിലാണ് ടോപ്പ് എൻഡിലെ DRL വന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ടൊയോട്ടയുടെ ലോഗോയുടെ കൂടെയുള്ളൊരു ബമ്പറിൻ്റെ ഡിസൈനും കാര്യങ്ങളും കാണാം. അതിന് താഴേക്ക് നമുക്കൊരു കാർബൺ ഫൈബർ ഫിനിഷാണ് ഈ ഒരു എയർ ഡാമിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഫീച്ചേഴ്സ്. ആകെ ഫോഗ് ലാമ്പ് പോലെ തന്നെ DRLൻ്റെ കാര്യം മാത്രമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതുപോലെ തന്നെയാണ്. ടോപ്പ് എൻഡിൽ നമുക്ക് ലുക്കായാലും ബാക്കി കാര്യങ്ങളും. പിന്നെ സൈഡിലാണ് ഞാൻ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. അതിലെന്താ മാറ്റം എന്ന് വെച്ചാൽ ബലേനോയുടെ മൂന്നാമത്തെ വേരിയൻറ്റിൽ നമുക്ക് അലോയ് വീൽസ് ഉണ്ട്, പക്ഷേ അതൊരു സിംഗിൾ കളറാണ്, ഒരു സിൽവർ കളറാണ്. അത് ഇപ്പോൾ ഈ ഗ്രേ കളറിലൊക്കെ ഒരു സിൽവർ മാത്രമുള്ളൊരു അലോയ് വീൽ വന്നു കഴിഞ്ഞാൽ വളരെ ഷോക്കായിരിക്കും. ഞാൻ അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതെന്തായാലും ഇതിൽ നമുക്ക് മൂന്നാമത്തെ വേരിയൻറ്റിലാണെങ്കിലും ഫുൾ ഓപ്ഷനിലാണ് ഒരേ ടൈപ്പ് അലോയ് വീലാണ് ലഭിക്കുക. അതായത് ഈ വേരിയൻറ്റ് മുതൽ നമുക്ക് ഡ്യുവൽ ടോണിലുള്ള അലോയ് വീൽസ് ലഭിക്കുന്നത്. അത് നമുക്ക് ഏത് കളർ എടുക്കുകയാണെന്നുണ്ട്, ഗ്രേ എടുത്താലും ബ്ലൂ എടുത്താലും ഒക്കെ നമുക്ക് അതിനോടൊരു മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിലൊരു ഫീൽ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാഴ്ചയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. അത് വലിയൊരു പോയിൻ്റാണ് നമുക്ക് ഈ ഒരു ബലേനോ അതുപോലെ തന്നെ ഗ്ലാൻസെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ വേരിയൻറ്റിൽ ഡ്യുവൽ ടോൺ അലോയ്സ് ലഭിക്കുമെന്നുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ടയർ സൈസ് ഞാൻ പറയാൻ വിട്ടുപോയി. 16 ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ് വരിക. അതിന് താഴേക്കുള്ള 2 വേരിയൻറ്റിലും 15 ഇഞ്ചാണ് വരുന്നത്. ഫുൾ ഓപ്ഷനിലും ഈ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് 16 ഇഞ്ചിൻ്റെ ടയർ ലഭിക്കുന്നത്. 195 55 പ്രൊഫൈലുള്ള 16 ഇഞ്ചാണ് വരുന്നത്. മുൻവശത്ത് ഡിസ്ക് ബ്രേക്കുകളാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ORM നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും സാധിക്കും. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ടോപ്പ് എൻഡ് മോഡൽ ഇത് തമ്മിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ A-B പില്ലറുകൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഷോൾഡർ ലൈൻ നമുക്ക് ക്രോം ഫിനിഷിൽ നൽകിയിട്ടുണ്ട്. അതിലൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഇനി റിയർ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അത് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ഈ ഒരു രൂപത്തിൽ തന്നെയാണ്. പിന്നെ G എന്ന് നമ്മൾ ഏത് വേരിയൻ്റ് ആണെന്ന് സൂചിപ്പിക്കുന്നതിന് G എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് സെൻസറുകൾ കാണാം, ടൊയോട്ടയുടെ ലോഗോ, ഗ്ലാൻസ് എന്ന ബാഡ്ജിങ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഫുൾ ഓപ്ഷനും അതുപോലെ തന്നെ ഈ ഒരു G വേരിയൻറ്റും നോക്കുന്ന സമയത്ത് ഒരു മാറ്റവും കാണാനായിട്ട് സാധിക്കില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമ്മളെ മുൻവശത്തെ ഒരു 2 ഫീച്ചർ വെച്ച് ബാക്കി എല്ലാം സെയിമാണ്. ഫുൾ ഓപ്ഷൻ്റെ അതേപോലെയാണ് വാഹനം കാണാനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പെയർ വീൽ നമുക്ക് 15 ഇഞ്ചാണ് വരുന്നത്. ഫുൾ സൈസ് വരുന്നില്ല. ബേസ് മോഡലിലൊക്കെ ലഭിക്കുന്ന വീൽ സൈസാണ് വരുന്നത്. 185 65 പ്രൊഫൈലുള്ള 15 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലാണ് നമുക്ക് സ്പെയർ വീലായിട്ട് വന്നുള്ളത്. പാർസൽ ട്രേ നമുക്ക് ലഭിക്കുന്നുണ്ട്. 318 ലിറ്ററാണ് ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഈ ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ റിയർ ഡോറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറയാനില്ല. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷൊക്കെ ലഭിക്കുന്നുണ്ട്. അത് ഈ ഒരു വേരിയൻറ്റ് മുതലാണ് ലഭിച്ചു തുടങ്ങുക. അതിൻ്റെ താഴെയുള്ള വേരിയൻറ്റിലൊന്നും ഉണ്ടാവില്ല. പിന്നെ ബലേന എന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു ഇൻഡിഗോ പോലത്തെ ഒരു കളറാണ് ബലേനയിലുള്ളത്. ഇതൊരു നമുക്ക് ബീജിൻ്റെ ബ്ലാക്കിൻ്റെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് ഒക്കെ ക്രോം ഫിനിഷാണ് വന്നിട്ടുള്ളത്. പിന്നെ സീറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഈ വേരിയൻറ്റ് മുതലാണ് ലഭിക്കുക. ഇതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ലഭിക്കില്ല. പിന്നെ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റ് ലഭിക്കുന്നുണ്ട്. അതും ഈ ഒരു മൂന്നാമത്തെ വേരിയൻറ്റ് മുതൽ ആരംഭിക്കുന്ന ഫീച്ചറാണ്. ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ 60/40 സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് ലഭിക്കില്ല. പിന്നെ
റിയർ എ സി വെൻറ്റ് കാണാം. റിയർ എ സി വെൻറ്റ് നമുക്ക് ഈ വേരിയൻറ്റ് മുതൽ ആരംഭിക്കുന്നതാണ്. അതിന് താഴേക്കുള്ള വേരിയൻറ്റിൽ അത് നമുക്ക് ലഭിക്കില്ല. പിന്നെ നമുക്കൊരു സി ടൈപ്പിൻ്റെ ചാർജിംഗ് പോർട്ടും അതുപോലെ തന്നെ USB ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അത്തരം കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ ഇതിന് താഴേക്ക് പോകുമ്പോൾ താഴത്തെ വേരിയൻറ്റുകളിലൊക്കെ ഒരു 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ് ഉണ്ടാവുള്ളൂ. ഇതിലാണ് നമുക്ക് സി ടൈപ്പ് ചാർജ് സോക്കറ്റൊക്കെ വരുന്നത്. പിന്നെ ഇത് നമ്മൾ നോർമലി എനിക്കിരിക്കാൻ കഴിയുന്ന രീതിയിലാണ് സീറ്റ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ലെഗ് റൂം, നീ റൂമൊക്കെ ലഭിക്കുന്നുണ്ട്. വാഹനത്തിനുള്ളിൽ ഇരുന്നാൽ ബലേനോയിലോ അല്ലെങ്കിൽ ഗ്ലാൻസിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം വളരെ കംഫർട്ടബിൾ ആണ് ഇൻറ്റീരിയർ. പുറകിലിരുന്ന് യാത്ര ചെയ്യാനാണെന്നുണ്ടെങ്കിലും വലിയൊരു ശല്യം അലമ്പ് ഇല്ല എന്ന് പറയാം. വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 സീറ്റ് ഞാൻ എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടുള്ളത് ഏകദേശം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്, നിസ്സംശയം പറയാം. എങ്ങനെ വേണമെങ്കിൽ റിലാക്സ് ചെയ്തിട്ട് എത്ര ഹൈറ്റുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇരിക്കാം. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജി വേരിയൻ്റ് ഒരു ഡാഷ്ബോർഡിൻ്റെ ഫുൾ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് അവിടെ നിന്നിട്ട് തന്നെ നോക്കാം. അപ്പോൾ പുറകിലും ഈ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷനിൽ നിന്ന് വലിയ മാറ്റങ്ങളും നമ്മൾ ഇതുവരെ പറഞ്ഞതിലില്ല കേട്ടോ. ഇതാണ് ജി വേരിയൻ്റ് ഒരു കീ വരുന്നത്. സ്മാർട്ട് കീ ആണ് വരിക. ഇതിന് താഴേക്കുള്ളതിലൊക്കെ നമുക്കൊരു നോർമൽ സെൻട്രൽ ലോക്കിങ്ങോട് കൂടിയുള്ള കീ ആണ് വരിക. അസിസ്റ്റീവ് ബട്ടൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ പുറകിൽ കണ്ട പോലെയൊക്കെ തന്നെയാണുള്ളത്. കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലി എല്ലാ വാഹനങ്ങളെയും പോലെ 4 പവർ വിൻഡോയുടെ കൺട്രോൾസ്, അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ORMൻ്റെ കൺട്രോൾസാണുള്ളത്. പിന്നെ നമുക്ക് ഈ വേരിയൻറ്റ് മുതൽ, അതായത് 3ാമത്തെ വേരിയൻറ്റ് മുതലാണ് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതും നമുക്ക് ഫുൾ ഓപ്ഷനിലും ഇതുപോലെ തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്ന ലിവേഴ്സ് കാണാം. മാനുവൽ വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രോപ്പർ ഡഡ് പെഡൽ അല്ലെങ്കിൽ കൂടി ചെറിയൊരു ഉയർന്ന ഭാഗം അവിടെ നൽകിയിട്ടുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഫുൾ ഓപ്ഷനിൽ നിന്നും മാറ്റങ്ങൾ പറയാനുള്ളത്. എന്താ വെച്ചാൽ ഒന്ന് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു കൺട്രോൾ ഇവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഒരു കൺട്രോൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ 2 ഫീച്ചേഴ്സ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ കുറവാണ്. അപ്പോൾ ബാക്കിയുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഫിനിഷും ക്വാളിറ്റിയൊക്കെ സെയിം തന്നെയാണ്. അതായത് കളർ കോമ്പിനേഷൻ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്കും താഴെ നമുക്കൊരു ബീജ് അങ്ങനെയൊക്കെ ആയിട്ട് വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ ഇതുപോലെ ഈ ഒരു വേരിയൻറ്റ് ലഭിക്കുന്നത്. പിന്നുള്ളൊരു കാര്യം, ഈ ഒരു 3ാമത്തെ വേരിയൻറ്റിൽ നമുക്ക് ടിൽറ്റ് സ്റ്റിയറിങ്ങിൻ്റെ ഒപ്പം ടെലിസ്കോപ്പ് സ്റ്റിയറിംഗ് കൂടി ആവുന്നത്. നമ്മുടെ അടുത്തേക്ക് കൂടി കൊണ്ടുവരാൻ കഴിയുന്ന സ്റ്റിയറിങ്ങും ഈ ഒരു വേരിയൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് താഴേക്ക് പോയാലുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് MIDയുടെ ആണ്. MID ഈ രൂപത്തിൽ, അതായത് ഇത്രയും വലുപ്പമുള്ളൊരു MID ലഭിക്കുന്നതും ഈ ഒരു വേരിയൻറ്റ് മുതൽ തന്നെയാണ്. നമുക്ക് ഇതിന് താഴെയുള്ള S വേരിയൻറ്റ് വരെ സൈസ് കുറവായിരിക്കും. അതുപോലെ തന്നെ കളർ ഡിസ്പ്ലേ ആവില്ല. അതുപോലെ ഇതിൽ നമുക്ക് ഏത് ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് ഓരോ സൈഡത്തെ ഒരു ഗ്രാഫിക്സോട് കൂടി കാണിക്കും. അതൊന്നും നമുക്ക് മറ്റേ വാഹനത്തിൽ ലഭിക്കില്ല എന്നുള്ള ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടൈം, ടോർക്ക്, ബാൻഡ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ സാധാരണ പഴയ ഗ്ലാൻസയിലൊക്കെ കണ്ട പോലെ തന്നെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് വന്നിട്ടുള്ളത്. ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് നോർമലി എല്ലാ വാഹനങ്ങളും കാണുന്ന പോലെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് ഈ ഓഡിയോയുടെ കൺട്രോൾസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് പെയറിംഗ്, ഫോൺ കൺട്രോൾസ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനൊക്കെ പോകുമ്പോൾ പിന്നെ ഒരു ഫീച്ചർ ആഡ് ആവുന്നത് ക്രൂയിസ് കൺട്രോൾ കൂടി വരും. അപ്പോൾ അതിൻ്റെ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആയിട്ട് നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഫീച്ചേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ. കാരണം നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളിടത്താണ് നമുക്കിത് വാല്യൂ ഫോർ മണി ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു 360 ഡിഗ്രി ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒന്നും നമുക്ക് അത്യാവശ്യമുള്ളതായിട്ട് ഒരിക്കലും പരിഗണിക്കാൻ കഴിയാത്ത ഫീച്ചേഴ്സാണ്. പിന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ഓക്കെയാണ്, അടിപൊളിയാണ്. ക്രൂയിസ് കൺട്രോൾ നമ്മുടെ നാട്ടിൽ ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ലോങ് ഒക്കെ പോകുന്നവർക്കാണ് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് 17.8 സെൻറ്റിമീറ്റർ വരുന്നൊരു ടച്ച് സ്ക്രീനാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിൽ വരുന്നുണ്ട്. അത്യാവശ്യം ടച്ച് റെസ്പോൺസീവ് ആണ്. മനോഹരമായിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും ഉള്ള ഒരു ഡാഷ് ടോപ്പ് ഡിസൈനിലാണ് നമുക്കത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് റിവേഴ്സ് ക്യാമറ. ഒരു ഹാച്ച് ബാഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 360 ഇല്ലെങ്കിലും ധാരാളം പോതും ഈ ഒരു റിയർ വ്യൂ ക്യാമറ എന്ന് പറയാം. അത്യാവശ്യം മാന്യമായിട്ട് ഓടിക്കാറിയുന്ന ഏതൊരാൾക്കും ഇതിൻ്റെ സഹായം കൊണ്ട് തന്നെ വളരെ സുഖകരമായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും. 360 നമുക്കൊരു ലക്ഷറി ഫീച്ചർ എന്ന് ചെറിയ വാഹനങ്ങളിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ ഒരു വലിയ വാഹനങ്ങളിലാവണം നമുക്ക് അത്യാവശ്യം നമുക്ക് എല്ലായിടത്തും നോട്ടെത്താത്ത രീതിയിലൊരു വലുപ്പമുള്ളൊരു വാഹനം SUV ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് അത്യാവശ്യമുള്ള ഒരു ഫീച്ചർ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. താഴെ AC വെൻറ്റിൻ്റെ ഒക്കെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് AC, അത് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ ഗ്ലാൻസിൽ ലഭിക്കുന്ന ഫീച്ചറാണ്. അവിടെ താഴേക്ക് വന്നാൽ പിന്നെ USB പോർട്ട്, അതുപോലെ തന്നെ 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റാണ്. ഇത് നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു C ടൈപ്പ് ചാർജറായിട്ട് മാറുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസുകൾ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ പഴയ ഗ്ലാൻസയിലെ പോലെ തന്നെയാണ് ഗിയർ ലിവർ വന്നിട്ടുള്ളത്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഹാൻഡ് ബ്രേക്ക് കാണാം. പിന്നെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് മുതൽ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്നൊരു ആംറസ്റ്റ് കൂടി ആരംഭിക്കുന്നുണ്ട്. അതിന് താഴെ സ്റ്റോറേജ് സ്പേസ് കാണാം. പിന്നെ ഗ്ലോ ബോക്സ് വിത്ത് ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ വാനിറ്റി മിറർ നമുക്ക് പാസഞ്ചർ സൈഡ് വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് നമുക്കൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ 2 മാപ്പ് ലാമ്പ് കാണാം. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കിത് ഓട്ടോ ഡിമ്മിങ് ആവുന്നുണ്ട്. IRVMS ഇത്രയാണ് നമുക്ക്
പ്രധാനമായിട്ടുള്ള ചേഞ്ചസ് പറയാനുള്ളത്. അതുപോലെ ഇതാണ് ഗ്ലാൻസയുടെ എഞ്ചിൻ. പുതിയ ഒരു ചെറിയ മാറ്റത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ ഗ്ലാൻസയിൽ എഞ്ചിൻ വന്നിട്ടുള്ളത്. നമുക്ക് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT എഞ്ചിനാണ്. ഒരു ഇഞ്ചക്ടറിന് 2 വാൾവ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഗ്ലാൻസയിൽ വരുന്നുണ്ട്. പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1197 cc ആണ്, 91 bhp, 113 എന്ന ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലെയിം ചെയ്ത മൈലേജ് നമുക്ക് പഴയ ഗ്ലാൻസയിൽ ഏകദേശം 19 ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 23 മുകളിൽ ക്ലെയിം ചെയ്ത മൈലേജ് ഗ്ലാൻസൊക്കെ വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ആ രീതിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും ഫീച്ചേഴ്സ് പറഞ്ഞതിൽ നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് ഫുൾ ഓപ്ഷൻ ഏകദേശം 1 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അത്രയും രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫോഗ് ലാമ്പ്, DRLൻ്റെ ഡിസൈന്, അതുപോലെ തന്നെ പുറകിലെ C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 360 ഡിഗ്രി ക്യാമറ, നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ലെതർ റാപ്പ്, അങ്ങനെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് 9 ഇഞ്ചിൻ്റെ സിസ്റ്റം ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടി വലിയ ഒരു ടച്ച് സ്ക്രീൻ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കിമിസിൻ്റെ ഒരു മ്യൂസിക് പ്ലെയർ വരുന്നുണ്ട്, അതായത് സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. അത്രയൊക്കെ കാര്യങ്ങളാണ്. അത് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫാൻസി പർപ്പസിൻ്റെ ഫീച്ചേഴ്സാണ് കൂടുതലായിട്ട് നമുക്കത് കൊടുക്കുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യമില്ലെങ്കിലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഫീച്ചേഴ്സാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്, ABS, EBD, റിവേഴ്സ് ക്യാമറ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരുവിധം വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് സേഫ്റ്റി പരമായിട്ടും എൻ്റർടൈൻമെൻറ്റ് പരമായിട്ടും ഒക്കെ ലഭിക്കുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ മൂന്നാമത്തെ വേരിയൻറ്റ്, ഗ്ലാൻസയുടെ മൂന്നാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള G എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഫീച്ചേഴ്സ് നമ്മുടെ സാധാരണക്കാരന് ധാരാളമാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തായാലും ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം 1 ലക്ഷത്തിനകത്ത് കൊടുത്താൽ നമുക്ക് ഗ്ലാൻസ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഏകദേശം 99,000 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഫൈനാൻസ് ഡീറ്റെയിൽസ് ഒക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അമ്മാന ടൊയോട്ടയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനാൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.